വാർത്തകൾ വിശദമായി. സൗദി സഹായത്തോടെ സുഡാനിൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ട്. സൗദി സഹായത്തോടെ സുഡാനിൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഇന്നലെ ഒപ്പുവച്ചു. തിരുഗോള സേവകൻ സൽമാൻ രാജാവും സുഡാൻ പ്രസിഡന്റ് ഉമർ അൽ ബഷീറും റിയാദിൽ നടത്തിയ ചർച്ചയ്ക്കിടെയാണ് കരാറുകൾ ഒപ്പുവച്ചത്. മേഖലയിലെ പുതിയ സംഭവവികാസങ്ങൾ കൂടിക്കാഴ്ചയ്ക്കിടെ ഇരുവരും വിശകലനം ചെയ്തു. 1000 മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുത നിലയം, ഗ്രാമപ്രദേശങ്ങൾ 5 വർഷത്തിനുള്ളിൽ ശുദ്ധജല വിതരണ പദ്ധതികൾ, 3 അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി എന്നിവ നടപ്പാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കരാറുകളിൽ സൗദി ധനമന്ത്രി ഡോക്ടർ ഇബ്രാഹിം അൽ അസാഫും സുഡാൻ ധന സാമ്പത്തിക ആസൂത്രകാര്യമന്ത്രി ബദറുദ്ദീൻ മഹമ്മൂദ് അബ്ബാസുമാണ് കരാറിൽ ഒപ്പുവച്ചത്. കാർഷിക മേഖലയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള 4ാമത്തെ കരാറിൽ സൗദി കൃഷിമന്ത്രി എഞ്ചിനീയർ അൽ അബ്ദുറഹ്മാൻ അൽ ഫദിലിയും സുഡാൻ ജലവിഭവ വൈദ്യുതി മന്ത്രി മുഅത്തസ് മൂസ സാലിമും ഒപ്പുവച്ചു. കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ മുഹമ്മദ് നായിഫ് രാജകുമാരൻ, ഡെപ്യൂട്ടി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ, വിദേശമന്ത്രി ആദിൽ അൽ ജുബൈർ, സാംസ്കാരിക ഇൻഫർമേഷൻ മന്ത്രി ആദിൽ അൽ തുറൈഫി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ആരംഭിച്ചു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. ഷാർജയിൽ ഇനി വായനയുടെ വസന്തം. ഷാർജ പുസ്തകോത്സവത്തിന്റെ 34ാമത് എഡിഷനാണ് ഷാർജയിൽ തുടക്കം കുറിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിലൊന്നാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. 64 രാജ്യങ്ങളിൽ നിന്നുള്ള 1546 പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവം സന്ദർശക ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകമേള UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസലും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. പുസ്തകമേളയിലെ ഇന്ത്യൻ പവലിയൻ UAEയിലെ ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ വായന വർദ്ധിച്ചു വരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അംബാസഡർ പറഞ്ഞു. ഒരു വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നല്ലൊരു നമ്പർ മലയാളികളാണ്. അവർ വളരെ വലിയ നമ്പറിൽ ഇവിടെ ഈ ബുക്ക് ഫെയറിന് വരാറുണ്ട്. വായനാശീലം ഇവിടെ തീർന്നിട്ടില്ല. പ്രവാസികളുടെ ഇടയിൽ വായനാശീലം കൂടി വരുന്നു. അത് എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ അതിന് എംബസിയും ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രസാധകർ മേളയിൽ പങ്കെടുക്കുന്നു. മലയാളത്തിൽ നിന്നുള്ള നിരവധി എഴുത്തുകാരും പങ്കെടുക്കുന്ന മേളയോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവംബർ 13 വരെയാണ് പുസ്തകമേള നീണ്ടു നിൽക്കുക. ഷാർജ പുസ്തകോത്സവത്തിൽ നിന്ന് T ജമാലുദ്ദീൻ. UAEയിലെ പെട്രോൾ സ്റ്റേഷനുകളിൽ ക്രെഡിറ്റ് കാർഡ് മുഖേന പണം നൽകി ഇന്ധനം അടിക്കുന്നവരിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുന്നത് വിലക്കി. സാമ്പത്തിക മന്ത്രാലയത്തിനു കീഴിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. എണ്ണവില വികേന്ദ്രീകരണം നടപ്പാക്കുന്നതിന് ശേഷവും ഇത്തരത്തിൽ അധിക തുക ഈടാക്കുന്നതിലെ അന്യായം ചൂണ്ടിക്കാട്ടിയാണ് സമിതിയുടെ നടപടി. ഓൺലൈൻ വ്യാപാരത്തിന് UAE സാമ്പത്തിക മന്ത്രാലയം നിയന്ത്രണം കൊണ്ടുവരുന്നു. വ്യാജ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി വിൽക്കുന്നത് തടയാനാണിതെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും മറ്റും ഇന്റർനെറ്റ് വഴി വിൽക്കുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് ഓൺലൈൻ ക്രയവിക്രയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് സാമ്പത്തിക മന്ത്രാലയത്തിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് തലവൻ ഡോക്ടർ ഹാഷിം അൽ നയീമി പറഞ്ഞു. ഇന്ത്യൻ മുസ്ലിം കൾച്ചറൽ സെന്റർ കുവൈറ്റ് 22ാം വാർഷികം ചെയർമാൻ സത്താർ കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷരീഫ് താമരശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിജയൻ കാരയിൽ, സഗീർ തൃക്കരിപ്പൂർ, ഹംസ പയ്യന്നൂർ, സാം പൈനുമൂട്, ഫത്താഹ് തയ്യിൽ, രാജു ജോൺ, ജഹമദ് മീദ് മധൂർ, ഷെരീഫ് കാളവയൽ എന്നിവർ പ്രസംഗിച്ചു. പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ശ്രാവണ പൗർണമി 2015 ആഘോഷിച്ചു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സുഭാഷിസ് ഗോൾഡർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നടൻ ക്യാപ്റ്റൻ രാജു മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് ഉമ്മൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ പുതിയ ഷോറൂം നാളെ അബുദാബിയിൽ ആരംഭിക്കും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഷോറൂം ആണ് അബുദാബിയിൽ തുടങ്ങുന്നതെന്ന് മലബാർ ഗോൾഡ് അധികൃതർ അറിയിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ മഹിളാവേദി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്തു.
മഹിളാവേദി പ്രസിഡന്റ് റീജ സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2 ആഴ്ചക്കിടെ 13 ലക്ഷം ഹവിയത്ത് മുഖീം കാർഡുകൾ നൽകിയതായി സൗദി ജവാസത്ത്. വിദേശികൾക്കുള്ള മൾട്ടിപ്പിൾ റീ എൻട്രി വിസകൾ ഓൺലൈൻ മുഖേന നടപ്പാക്കുന്ന പദ്ധതി ഈ ആഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 2 ആഴ്ചക്കിടെ വിദേശികളുടെ തിരിച്ചറിയൽ രേഖയായ 13 ലക്ഷം ഹവിയത്ത് മുഖീം സൗദിയുടെ വിവിധ ജവാസാത്ത് ഓഫീസുകളിൽ നിന്നും നൽകിയതായി സൗദി ജവാസാത്ത് വക്താവ് ക്യാപ്റ്റൻ തലാൽ അബ്ദുൽ മുഹ്സിൻ അൽ ഷെൽഹൂബ് അറിയിച്ചു. 5 വർഷത്തേക്കുള്ള ഹവിയത്ത് മുഖീം കാർഡുകളാണ് വിതരണം ചെയ്തത്. എന്നാൽ ഓരോ വർഷവും ഓൺലൈൻ വഴി പുതുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം വിദേശികൾക്കുള്ള മൾട്ടിപ്പിൾ റീ എൻട്രി വിസകൾ ഓൺലൈൻ മുഖേന നടപ്പാക്കുന്ന പദ്ധതി ഈ ആഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പരീക്ഷണാർത്ഥം പലർക്കും ഇതിനകം മൾട്ടിപ്പിൾ വിസകൾ ഓൺലൈൻ മുഖേന നൽകിയിരുന്നു. പാസ്പോർട്ടിലെ വിവരങ്ങൾ ഓൺലൈനിൽ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയും ഔദ്യോഗികമായി ഈ ആഴ്ച നിലവിൽ വരും. ജവാസാത്തിന്റെ സേവനങ്ങളെല്ലാം ഓൺലൈൻ മുഖേന നൽകുക വഴി സേവനങ്ങൾക്കായി ജവാസാത്തിനെ സമീപിക്കുന്ന പ്രവണത പൂർണ്ണമായി ഒഴിവാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ക്യാപ്റ്റൻ അൽ ഷെൽഹൂബ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലെ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഹിജ്റ വർഷം 1,42,600 പരിശോധന നടത്തിയതായി സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഈ പരിശോധനകളിൽ 35,350 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലെ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഹിജ്റ വർഷം 1,42,600 പരിശോധന നടത്തിയതായി സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഈ പരിശോധനകളിൽ 35,350 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 12,256 സ്ഥാപനങ്ങൾക്കുള്ള മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടർ സേവനം റദ്ദു ചെയ്തു. ഫ്രീ വിസകളിൽ ജോലി ചെയ്യുന്ന 3,564 പേരെ കഴിഞ്ഞ വർഷം പിടികൂടി. സൗദി തൊഴിൽ നിയമം 39ാമത് വകുപ്പ് അനുസരിച്ച് സ്വന്തം സ്പോൺസറിൽ നിന്നും മാറി മറ്റൊരു സ്പോൺസർഷിപ്പിന് കീഴിലോ സ്വന്തം നിലയിൽ ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്താൽ നിയമവിരുദ്ധമാണ്. അമിത ചൂടുള്ള ഘട്ടത്തിൽ തുറസായ സ്ഥലത്ത് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച 2,321 നിയമലംഘനങ്ങളും കണ്ടെത്തി. രാജ്യത്തെ തൊഴിൽ മേഖല നിയമപരവും കുറ്റമറ്റ നിലയിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സൗദിയുടെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദമാം. ദമാം ടൗൺ നവോദയ അൽ റോബിയ കുടുംബവേദി അംഗം നജീം ബഷീറിന്റെ മകൻ നിഹാൻ ബഷീറിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. നവോദയ സാംസ്കാരിക വേദി കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തവർ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 മാസത്തോളമായി നജ്റാൻ കിങ് ഖാലിദ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന തമിഴ്നാട് തൃച്ചി സ്വദേശി ആദിമൂലം ഭാസ്കറിന്റെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചു. കഴിഞ്ഞ 25 വർഷമായി നജ്റാനിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. റൂമിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു. ശമ്പളം ലഭിക്കാതെ കഷ്ടപ്പെട്ട ഹൈദരാബാദ് സ്വദേശിനി വനിത തർഹീലിൽ നിന്നും നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി. 3 മാസത്തോളം ജോലി ചെയ്തിട്ടും ഇവർക്ക് ശമ്പളം നൽകിയിരുന്നില്ല. റോയൽ ട്രാവൽസ് വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ മക്ക FC-യും ഖാലിദിയ FC-യും സെമിയിൽ പ്രവേശിച്ചു. ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ജുബൈൽ FC-യെ മക്ക FC പരാജയപ്പെടുത്തിയത്. ദമാം ദെല്ല നവോദയ കുടുംബവേദിയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വെള്ളിയാഴ്ച 3 മണിക്ക് ദമാമിൽ വിജ്ഞാനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിശദവിവരങ്ങൾക്കും വിനയൻ ഫോൺ നമ്പർ 0507298466, നൌഷാദ് ഫോൺ നമ്പർ 0502910852 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മാവൂർ പഞ്ചായത്ത് നിവാസികളുടെ കൂട്ടായ്മയായ മാവൂർ ഏരിയ പ്രവാസി സംഘം ഒരുക്കുന്ന വാർഷികവും സംഗമവും വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ദമാം ജുബൈൽ ഹൈവേയിലുള്ള ഹുസൈൻ അൽ ജിഷിം ഫാം ഹൗസിൽ വെച്ച് സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നൌഷാദ് PM ഫോൺ നമ്പർ 0563298007, സലീം ജുബൈൽ ഫോൺ നമ്പർ 0501417443 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ദമാമിലെ മലയാളി കൂട്ടായ്മയായ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അൽ അബ്ദുൽ കരീം ഹോൾഡിംഗ് കമ്പനി വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള 14ാമത് വോളിബോൾ ടൂർണമെന്റ് നാളെ രാത്രി 7:30 ആരംഭിക്കും. അൽ സുഹൈമിയുടെ ജനറൽ മാനേജർ ഖാലിദ് അൽ മാദി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ കുട്ടികൾക്കായി റാസൽ ഖൈമയിൽ സംഘടിപ്പിക്കുന്ന സ്കോളേഴ്സ് യൂത്ത് ഫെസ്റ്റ് നാളെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 6 വരെ